ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് ചോയ്സ് ചെയ്തത് ബിർള ഓപ്പസ് ആണ്. 20 ലിറ്ററിന് 2 ലിറ്റർ ഫ്രീ ആണ് ഗായ്സ്. ഇത് എവിടെ നിന്ന് എടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളെ SS ട്രേഡിംഗ് നിന്നാണ് എടുത്തത്. അപ്പോൾ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമ്മളെ SS ട്രേഡിങ്ങിന്റെ ആൾ തന്നെ പറയും. നമ്മൾ ഇന്ന് എടുത്തിട്ടുണ്ടത് നമ്മളെ ഓപ്പസിന് കളർ ഫ്രഷ് ആണ് എടുത്തിട്ടുണ്ടത്. ഇതിൽ നമ്മൾ പല പല ക്വാളിറ്റികൾ കിട്ടുന്നുണ്ട്. കളർ ഫ്രഷ്, കളർ സ്മാർട്ട് ഫ്ലഷ്, അങ്ങനത്തെ കുറേ വരുന്നത്. പിന്നെ 20 ലിറ്ററിനൊക്കെ 2 ലിറ്റർ ഫ്രീ കിട്ടുന്നു. പിന്നെ 10 ലിറ്ററിനൊക്കെ 1 ലിറ്റർ ഫ്രീ കിട്ടുന്നു. ഇത് നല്ല ഏരിയ കിട്ടുന്നു. നമുക്ക് നമ്മളെ പെയിന്റേഴ്സിനോട് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ട് പെയിന്റ്? നല്ല പെയിന്റാണ്, നല്ല വൈറ്റിംഗ്. നോക്കിക്കോളൂ. യെസ്, നല്ല ഇതുണ്ടല്ലോ അല്ലേ, തിക്ക് ഉണ്ടല്ലോ. യെസ്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോ ഈ ചുമരിലേക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിലേക്ക് ഒരു കോട്ട് വൈറ്റ് സിമെന്റും ഒരു കോട്ട് പ്രൈമറും കൊടുത്തിട്ടുണ്ട്. ഓപ്പസിന്റെ സ്റ്റാർട്ടിംഗ് ഉള്ള പെയിന്റ് ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിന് മുകളിലേക്കുള്ള പല കാറ്റഗറികളുള്ള പെയിന്റെല്ലാം ഉണ്ട്. ഉള്ളിലേക്ക് കൊടുക്കുന്നത്, പുറത്തേക്ക് കൊടുക്കുന്നത്. അത് ഒരു സിംഗിൾ കോട്ട് ഇതിലേക്ക് കൊടുത്തിട്ട് നോക്കാം അല്ല. നമുക്ക് എങ്ങനെ ഏരിയ കിട്ടുന്നത് കറക്റ്റ് പറയണം അല്ല. ഹലോ ഗൈസ്, നമ്മൾ നോക്കുക പെയിന്റ് എല്ലാം കൊടുത്തിട്ടാണ്. ഇതിന്റെ ബ്രൈറ്റ്നസ് നോക്കണം. എന്ത് ആകെ കൊടുത്തിട്ടാകെ ഒരു കോട്ട് ഏത് സാധനം ഓപ്പോസിന്റെ ബേസ് മോഡലാണ് കൊടുത്തത്. നമ്മളെ പെയിന്റേഴ്സിനോട് ചോദിച്ചു നോക്കാം എങ്ങനെ ഏരിയ ഇതെല്ലാം കിട്ടിയിരിക്കുന്നു. ഏരിയ നല്ല ഏരിയയാണ്, നല്ല ഏരിയ കിട്ടിയിരിക്കുന്നു. നല്ല വൈറ്റിംഗ്. മറ്റേ പെയിന്റ് കമ്പനിയിൽ അടിച്ച് നല്ല ഏരിയ കിട്ടുന്നത് മാത്രം. ഈ സാധനം നമ്മൾ യൂസ് ആക്കിയിട്ട് ഓപ്പോസിന്റെ ബേസ് മോഡൽ. അപ്പൊ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി. അതിന്റെ മിഡിൽ ക്ലാസ്സും പിന്നെ അതിന്റെ മീത്ത കൊടുക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും ക്വാളിറ്റി. ഗൈസ്, ഇത് പെയിന്റ് ആണെങ്കിൽ നമ്മൾ SS ട്രേഡിംഗിലുണ്ട്. കണ്ടില്ല ഗൈസ്, നമ്മളെ പെയിന്റ് ഓപ്പോസിറ്റ് പെയിന്റ് കണ്ടില്ലേ. ഓപ്പോസിറ്റ് പെയിന്റ് ആണെങ്കിൽ നമ്മൾ SS ട്രേഡിംഗുമായി ബന്ധപ്പെടുക. എല്ലാ A to Z സാധനം നമ്മൾ എടുത്തിട്ടുണ്ട്.